സെക്കൻഡ് ഇയർ ഫിസിക്സിലെ ആദ്യ ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമുക്കറിയാം, രണ്ട് തരം ഇലക്ട്രിക് ചാർജുകളാണുള്ളത്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടാകുന്നത്. ഏത് വസ്തുവാണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് അതിന് നെഗറ്റീവ് ചാർജും, ഏത് വസ്തുവിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അതിന് പോസിറ്റീവ് ചാർജും കിട്ടും. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് ചാർജ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതിന് നെഗറ്റീവ് ചാർജും, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന വസ്തുവിന് പോസിറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെ വസ്തുക്കളെ ചാർജ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ്. ഒന്ന് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, രണ്ടാമത്തേത് ചാർജിങ് ബൈ കണ്ടക്ഷൻ, മൂന്നാമത്തേത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഫ്രിക്ഷൻ വഴി ചാർജ് ചെയ്യുന്നത് വസ്തുക്കളെ ഉരസിയിട്ടാണ്, റബ്ബ് ചെയ്യുന്നത്. വസ്തുക്കളെ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആകാനും അങ്ങനെ വസ്തുക്കൾക്ക് ചാർജ് കിട്ടാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ രീതി ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. ഇവിടെ ചെയ്യുന്നത് ഓൾറെഡി ചാർജ് ഉള്ള ഒരു വസ്തുവിനെ ഏതിനെയാണോ ചാർജ് ചെയ്യേണ്ടത് അതുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കുന്നു. അപ്പോൾ ചാർജ് ഉള്ളതിൽ നിന്നും ചാർജ് ഇല്ലാത്തതിലേക്ക് കുറച്ച് ചാർജ് ഫ്ലോ ചെയ്ത് ചാർജ് ഇല്ലാത്ത വസ്തു ചാർജ് ഉള്ളതായി മാറും. മൂന്നാമത്തെ രീതി ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ ഏത് വസ്തുവിനെയാണോ ചാർജ് ചെയ്യേണ്ടത് അതിനടുത്ത് കോണ്ടാക്ട് വരാതെ ചാർജ് ഉള്ള ഒരു വസ്തുവിനെ വെക്കുന്നു. ഈ വസ്തുവിനെയാണ് ചാർജ് ചെയ്യേണ്ടത് എങ്കിൽ അതിനടുത്ത്, ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തു കോണ്ടാക്ട് വരാതെ ഇതിനടുത്ത് കൊണ്ടുവയ്ക്കുന്നു. പോസിറ്റീവ് ചാർജുള്ള വസ്തു ഇവിടെ വെച്ചാൽ ആ എൻഡിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും, ഓപ്പോസിറ്റ് എൻഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഇതാണ് നമ്മൾ ചാർജ് ചെയ്യുന്ന വസ്തു. ഇനി ഇവിടെ എർത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുത്താൽ ഈ ഭാഗത്തുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് എർത്തിലേക്ക് ഫ്ലോ ചെയ്ത് അവിടെ ചാർജ്ലെസ് റീജിയൻ ഉണ്ടാകും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഈ പോസിറ്റീവ് ചാർജുള്ള ബോഡിയെ റിമൂവ് ചെയ്യുന്നു, അതേസമയം എർത്തിലേക്കുള്ള കണക്ഷനും ഒഴിവാക്കുന്നു. അങ്ങനെ വന്നാൽ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് യൂണിഫോമായി ഈ ബോഡിയിൽ സ്പ്രെഡ് ആകും. അങ്ങനെ വരുമ്പോൾ ഈ ബോഡി നെഗറ്റീവ്ലി ചാർജഡ് ബോഡിയായി മാറും. ഇനി ഈ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പ്രോസസ് ഇതുപോലെ ചെയ്താൽ ഇതൊരു പോസിറ്റീവ്ലി ചാർജഡ് ബോഡിയായി മാറും. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇവിടെ ചാർജുള്ള ബോഡിയും ചാർജ് ചെയ്യേണ്ട ബോഡിയും തമ്മിൽ കോണ്ടാക്ട് വരുന്നില്ല. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ കോണ്ടാക്ട് വരുന്നുണ്ട്. ചാർജിങ്ങിന്റെ മൂന്ന് രീതികൾ: ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രിൻസിപ്പിൾ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് ചാർജ് ഉണ്ടാകുന്നത് എന്ന്. അതുമായി ബന്ധപ്പെട്ടാണ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ വരുന്നത്. ആ പ്രിൻസിപ്പിൾ ഇതാണ്: വസ്തുക്കളുടെ ചാർജിന് ഒരു മിനിമം വാല്യൂ ഉണ്ട്, അത് ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമാണ്. ബാക്കിയുള്ള ചാർജുകളൊക്കെ ഈ മിനിമം വാല്യൂവിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്. There is a minimum value for electric charge which is equal to charge of one electron, and all other charges are integral multiple of the minimum value of the charge, that is the charge of one electron. ഇതിനർത്ഥം വസ്തുക്കളുടെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നാണ്. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, ഒരു വസ്തുവിന്റെ ചാർജ് 1e ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമാവാം, 2 ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമാവാം, 10 ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യമാവാം. പക്ഷെ ഒരിക്കലും വസ്തുക്കളുടെ ചാർജ് 1.5 ഇലക്ട്രോണിന് ഈക്വലായ ചാർജ് ഉണ്ടാവില്ല, 2/3 ഓഫ് ഇലക്ട്രോണിന് ഈക്വലായ ചാർജ് ഉണ്ടാവില്ല. ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഫ്രാക്ഷൻ ആയിട്ട് ഒരിക്കലും ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിളിന്റെ മെയിൻ. ഇനി ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്നുള്ളതാണ്. ഇവിടെ Q വസ്തുവിന്റെ ടോട്ടൽ ചാർജ്, E എന്നുള്ളത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ നമ്മൾ പഠിക്കേണ്ടതാണ്. 1.6 × 10⁻⁴
-19 കൂളം. ഇതാണ് ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ. അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. n എന്നുള്ളത് 1 2 3 4 നമ്പേഴ്സ്. Q equal to plus or minus ne. ഇത് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിളിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ക്യാപിറ്റൽ Q ടോട്ടൽ ചാർജ്, ഈ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ, n 1 2 3 etc. ഇനി നേരത്തെ പറഞ്ഞു ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് ചാർജ് ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ചാർജുള്ള വസ്തുക്കളുടെ മാസ് ചാർജ് ഇല്ലാത്ത കേസിലെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കൊണ്ടാണല്ലോ ചാർജ് ഉണ്ടാകുന്നത്, ഇലക്ട്രോണിനും മാസും. പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിന്റെ മാസ് ചാർജ് ഇല്ലാത്ത അവസ്ഥയിലെ അതിന്റെ മാസിനേക്കാൾ ഒരല്പം കുറവായിരിക്കും. അതുപോലെ നെഗറ്റീവ് ചാർജുള്ള വസ്തുവിന്റെ മാസ് ചാർജ് ഇല്ലാത്ത അവസ്ഥയിലെ അതിന്റെ മാസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ചാർജിങ് കൊണ്ട് ഓട്ടോമാറ്റിക്കലി മാസിന്റെ ട്രാൻസ്ഫറും നടക്കുന്നുണ്ട്. അങ്ങനെ ചാർജിങ് നടക്കുമ്പോൾ എന്തുമാത്രം മാസാണ് ട്രാൻസ്ഫർ ചെയ്തത് എന്ന് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ആദ്യം ചാർജിങ് നടന്നപ്പോൾ എത്ര ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടന്നു എന്ന് മനസ്സിലാക്കി അതിനെ ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചാർജിങ് കൊണ്ട് സംഭവിച്ച മാസ് ട്രാൻസ്ഫർ കണ്ടെത്താൻ ചെയ്യേണ്ടത് എത്ര ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ആയി എന്ന് കണ്ടെത്തിയ ശേഷം അതിനെ ഒരു ഇലക്ട്രോണിന്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മാസ് ട്രാൻസ്ഫർ ഡ്യൂറിംഗ് ചാർജിങ് Q/E. Q/E ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻറ്റു ME. ME എന്നുള്ളത് ഒരു ഇലക്ട്രോണിന്റെ മാസ്. ഇലക്ട്രോണിന്റെ മാസിന്റെ ന്യൂമറിക്കൽ വാല്യൂ 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം ഇലക്ട്രോണിന്റെ മാസ്. കൂടെ പ്രോട്ടോണിന്റെ മാസ് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രോട്ടോണിന്റെ മാസിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം. 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം ഇലക്ട്രോണിന്റേതും 1.67 ഇൻറ്റു 10⁻27 കിലോഗ്രാം പ്രോട്ടോണിന്റെ മാസുമാണ്. നേരത്തെ പറഞ്ഞു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻19. പ്രോട്ടോണിന്റെ ചാർജും അത് തന്നെയാണ് 1.6 ഇൻറ്റു 10⁻19. ഇലക്ട്രോണിന്റേത് നെഗറ്റീവും പ്രോട്ടോണിന്റേത് പോസിറ്റീവുമാണ് എന്ന് മാത്രം. ഇനി കൂളംസ് ലോ. രണ്ട് ഇലക്ട്രിക് ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടാകും. രണ്ട് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ്, രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിലും റിപ്പൾസീവ് ഫോഴ്സ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ്. നമുക്ക് നേരത്തെ അറിയുന്ന കാര്യം. രണ്ട് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ടു ചാർജസ്, inversely proportional to square of the distance between the centers of the two charges. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ചാർജുകളുടെ സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ആർ എന്നുള്ളത് ചാർജുകളുടെ സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ F പ്രൊപ്പോർഷണൽ ടു Q1 Q2 by R². ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിൽ പഠിച്ച ഗ്രാവിറ്റേഷണൽ ലോ പോലെ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലെ പ്രൊപ്പോർഷണൽ ടു M1 M2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². F is equal to G M1 M2 divided by R² എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചത് G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഏതാണ്ട് അതുപോലെ F is equal to കോൺസ്റ്റന്റ് Q1 Q2 divided by R² കിട്ടും. ഗ്രാവിറ്റേഷണൽ ലോ ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. കൂളംസ് ലോയും ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഇനിയാണ് വ്യത്യാസം. കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കിയ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷനിൽ G എന്നുള്ളത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അത് മീഡിയത്തിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഈ യൂണിവേഴ്സിൽ അതിന് ഒറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കോൺസ്റ്റന്റ് K എന്നാണ് എഴുതുന്നത്. അത് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് അല്ല. അത് ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ്. മീഡിയം എയർ ആണെങ്കിൽ അതിനൊരു വാല്യൂ, മീഡിയം എയറിന് പകരം വാട്ടർ ആണെങ്കിൽ അതിന് മറ്റൊരു വാല്യൂ. അങ്ങനെ മീഡിയം മാറുന്നതിനനുസരിച്ച് മാറുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ കാണുന്ന K.
ഇനി രണ്ട് ചാർജിനിടയിലുള്ള മീഡിയം എയറോ വാക്വമോ ആണെങ്കിൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1/4πε0 എന്നാണ് എഴുതാറ്. ε0 ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ε0 എന്നുള്ളത് എയറിന്റെ പെർമിറ്റിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ആണ്. പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ വാക്വം. എന്താണ് പെർമിറ്റിവിറ്റി? ഇലക്ട്രിക് ചാർജിനെ കടത്തിവിടാതെ ചാർജിന്റെ ഇഫക്റ്റിനെ കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിന്റെ കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടി, ചാർജിനെ കടത്തിവിടാതെ ചാർജിന്റെ ഇഫക്റ്റിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. എയറിന്റെ പെർമിറ്റിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലാണ് ε0. എയറിന്റെ പെർമിറ്റിവിറ്റി തന്നെയാണ് വാക്വത്തിന്റെയും പെർമിറ്റിവിറ്റി. നമ്മൾ പണ്ട് മനസ്സിലാക്കിയ കാര്യം, ലൈറ്റിന്റെ വെലോസിറ്റി വാക്വത്തിലാണ് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. എയറിലെത്തുമ്പോൾ അത് ലേശം കുറവായിരിക്കും. എന്നിരുന്നാലും വാക്വത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി തന്നെയാണ് എയറിലെ വെലോസിറ്റിയുമായിട്ട് നമ്മൾ എടുക്കാറ്. ആ ചെറിയ ഡിഫറൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അതുപോലെ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയും എയറിന്റെ പെർമിറ്റിവിറ്റിയും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അത് മിക്കവാറും കേസിൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മീഡിയം എയറോ വാക്വമോ ആണെങ്കിൽ 1/4πε0 എന്നുള്ളതാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഇനി മീഡിയം എയർ അല്ല വാക്വം അല്ല എങ്കിൽ കോൺസ്റ്റന്റ് എഴുതുന്നത് 1/4πε0 നേരത്തെ എഴുതി അതെല്ലാം ഉണ്ട്. ആ കൂടെ εr കൂടി ഉണ്ട്. εr എന്നുള്ളത് ആ മീഡിയത്തിന്റെ, ചാർജുകൾക്കിടയിലുള്ള എയർ അല്ലാത്ത മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. മറ്റൊരു പേര് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. εrന് രണ്ട് പേരാണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ മീഡിയം എയർ ആകുമ്പോഴുള്ള ഫോഴ്സ് F എയർ 1/4πε0 Q1 Q2/r². എയർ അല്ലാത്ത മീഡിയം ആകുമ്പോൾ F മീഡിയം ഈക്വൽ ടു 1/4πε0 Q1 Q2/r². ഈ രണ്ട് ഇക്വേഷനുകളെ ഡിവൈഡ് ചെയ്താൽ F എയർ ഡിവൈഡഡ് ബൈ F മീഡിയം ഈക്വൽ ടു εr എന്ന് വരും. ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ εr എന്ന് കിട്ടും. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എക്സാമിന് വരാറുണ്ട്. ഇതാണ് ചോദ്യം. രണ്ട് ചാർജുകൾക്കിടയിൽ എയർ ആയിരുന്നപ്പോഴുള്ള ഫോഴ്സ് തരും. ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരുത്താതെ എയർ എന്ന മീഡിയത്തെ മറ്റൊരു മീഡിയം കൊണ്ട് റീപ്ലേസ് ചെയ്തു. രണ്ടാമത്തെ കേസിലെ ഫോഴ്സ് തരും. ചോദ്യം, രണ്ടാമത്തെ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്ര? അതിന് ആൻസർ കണ്ടെത്താനാണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. തന്നിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ ഡിവൈഡ് ചെയ്താൽ ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കിട്ടും. ഇനി എയറിന്റെ പെർമിറ്റിവിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 8.85 × 10⁻⁻12 ആണ് എയറിന്റെ പെർമിറ്റിവിറ്റിയുടെ, അതായത് ε0യുടെ ന്യൂമറിക്കൽ വാല്യൂ. ഇതിന്റെ യൂണിറ്റും അതുപോലെ ഡയമെൻഷനും അടുത്ത സെക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ വന്നു എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ 1/4πε0 എന്ന കോൺസ്റ്റന്റിന്റെ ന്യൂമറിക്കൽ വാല്യൂ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ആവശ്യം വരും. 9 × 10⁻9. എങ്ങനെ ഈ വാല്യൂ കിട്ടിയെന്ന് ചോദിച്ചാൽ ε0യുടെ ഈ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ 9 × 10⁻9 എന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂസ് നിങ്ങൾ ഓർക്കണം. ε0യുടെ മാത്രം വാല്യൂ 8.85 × 10⁻12, 1/4πε0 എന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ 9 × 10⁻9. ഇനി ഞാൻ ആദ്യം പറഞ്ഞു, രണ്ട് പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ, രണ്ട് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിൽ അട്രാക്ഷൻ. അതേ കാര്യം മറ്റൊരു വിധത്തിൽ മാത്തമാറ്റിക്കലി പറയുന്നത്, ഇഫ് Q1 Q2 > 0, ആ രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റ്, ചാർജുകളുടെ പ്രോഡക്റ്റ് 0യേക്കാൾ കൂടുതലാണെങ്കിൽ അതിനർത്ഥം പോസിറ്റീവ് ആണെങ്കിൽ, രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ് പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആകണം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകണം. അങ്ങനെ വരുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഇഫ് Q1 Q2 > 0, the force will be repulsive. തിരിച്ച്
if Q1 Q2 less than 0, less than 0 means ആ പ്രോഡക്റ്റ് നെഗറ്റീവ് വരണം. നെഗറ്റീവ് വരണമെങ്കിൽ ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും ആകണം. അങ്ങനെ വരുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. രണ്ട് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ F is equal to 1/4π0 Q1 Q2 by R². ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ε0 എന്ന രൂപത്തിലാക്കുമ്പോൾ ε0 equal to Q1 Q2 divided by FR². യൂണിറ്റ് എഴുതാൻ Q1 ഒന്നാമത്തെ ചാർജിന്റെ യൂണിറ്റ് കൂളം, ക്യാപിറ്റൽ സി എന്നാണ് സിമ്പല്. Q2 രണ്ടാമത്തെ ചാർജ് കൂളം. 4 യൂണിറ്റുകളില്ല. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. R എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. R² മീറ്റർ സ്ക്വയർ. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. സിംപ്ലിഫൈ ചെയ്താൽ C⁻², n⁻⁻1, m⁻². ഇതാണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്. ഇനി ഇതുപോലെ ഡയമെൻഷൻ. ആദ്യം നമ്മൾ Q1ന്റെ ഒന്നാമത്തെ ചാർജിന്റെ ഡയമെൻഷൻ എഴുതണം. A × T, കറന്റ് × ടൈം. അതാണ് ചാർജ്. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കറന്റ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് I = Q/T. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Q = I × T എന്ന് കിട്ടും. കറന്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ടൈം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, ചാർജ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ചാർജിന്റെ ഡയമെൻഷൻ കറന്റിന്റെ ഡയമെൻഷൻ ഇൻറ്റു ടൈം, കറന്റിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ A. അങ്ങനെ വരുമ്പോൾ ചാർജിൻ്റെത് A × T. രണ്ടാമത്തെ ചാർജ് A × T, ഫോഴ്സ് m⁻², ഡിസ്റ്റൻസിന്റെ സ്ക്വയർ L². സിംപ്ലിഫൈ ചെയ്താൽ പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ കിട്ടും. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ മക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്ന് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും കിട്ടും എന്ന് മനസ്സിലാക്കി ആ മെത്തേഡ് മാത്രം പഠിച്ചാൽ മതി. എക്സാമിനേഷനിൽ സിംപ്ലിഫൈ ചെയ്ത് കറക്റ്റ് ആൻസർ എഴുതിയാൽ മതി. ബൈ ഹാർട്ട് ചെയ്താൽ മനസ്സിൽ നിൽക്കില്ല. വരുന്ന വഴി മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഫോഴ്സിന്റെ ഇക്വേഷനിൽ നിന്നാണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷനും കിട്ടുക. ഇനി ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ളത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ എയറിന്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ദി റേഷ്യോ ഓഫ് ദി പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് എയർ. അതുകൊണ്ടാണ് εr റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ലാത്തത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കി. 1/4πε0 Q1 Q2 by R². ഇനി ഒരു സിസ്റ്റത്തിൽ രണ്ടിലധികം ചാർജുകൾ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജിന് മറ്റുള്ള ചാർജുകൾ കൊണ്ടൊക്കെ ഫോഴ്സുകൾ ഉണ്ടായിരിക്കും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ചാർജ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ചാർജിലെ റിസൾട്ടന്റ് ഫോഴ്സ് എന്നുള്ളത് നെറ്റ് ഫോഴ്സ് എന്നുള്ളത് ആ സിസ്റ്റത്തിൽ ബാക്കിയുള്ള ഓരോ ചാർജുകൾ കൊണ്ടുള്ള ഫോഴ്സുകളുടെ റിസൾട്ടന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ദി നെറ്റ് ഫോഴ്സ് ഓൺ എനി ചാർജ് ഇൻ എ ചാർജ് സിസ്റ്റം ഈസ് ദി റിസൾട്ടന്റ് ഓഫ് ദി ഫോഴ്സസ് ഓൺ ദാറ്റ് ചാർജ് ഡ്യൂ ടു ഓൾ ദി അതർ ചാർജസ് ഇൻ ദി സിസ്റ്റം. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷൻ. ഒരു എക്സാമ്പിൾ. ഒരു ചാർജ് സിസ്റ്റത്തിൽ 3 ചാർജുകളാണ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ ചാർജിന് രണ്ടാമത്തെ ചാർജ് കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും, മൂന്നാമത്തെ ചാർജ് കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടെത്തി അതിന്റെ റിസൾട്ടന്റ് കണ്ടാലാണ് ഒന്നാമത്തെ ചാർജിന്റെ നെറ്റ് ഫോഴ്സ് കിട്ടുക. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ മീനിങ്. ഇനി ഒരു സിസ്റ്റത്തിൽ 4 ചാർജുകൾ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചാർജിന് രണ്ടാമത്തെ ചാർജ് കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും, മൂന്നാമത്തത് കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും, നാലാമത്തത് കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും. ഇത് മൂന്നും സെപ്പറേറ്റ് കണ്ട് അവയുടെ റിസൾട്ടന്റ് കാണണം. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ചാർജ് സിസ്റ്റത്തിൽ ചാർജിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്ത്
ഏതെങ്കിലും ഒരു ചാർജിലെ നെറ്റ് ഫോഴ്സ് കണ്ടെത്തുക എന്ന പ്രോസസ്സ് tedious ആയിരിക്കുമെന്നാണ്. ഒരുപാട് കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. അതുകൊണ്ട് എക്സാമിനേഷന് നമ്മളോട് ചോദിക്കുന്നത് ഒന്നുകിൽ 3 ചാർജുള്ള സിസ്റ്റം അല്ലെങ്കിൽ 4 ചാർജുള്ള സിസ്റ്റം. ഇതിലപ്പുറം ചാർജുകളാണെങ്കിൽ അത് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒന്നുകൂടി, ഒരു ചാർജ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ചാർജിലെ നെറ്റ് ഫോഴ്സ് എന്നുള്ളത് ആ സിസ്റ്റത്തിൽ ബാക്കിയുള്ള ചാർജുകൾ ഓരോന്നും ഈ ചാർജിൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ റിസൾട്ടന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ചോദ്യം ഇതാണ്: 3 equal and similar charges placed at the corners of an equilateral triangle. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 കോർണറുകളിൽ ഈക്വലായ സിമിലർ ചാർജുകൾ വെച്ചിട്ടുണ്ട്. ചോദ്യം: ഏതെങ്കിലും ഒരു കോർണറിലെ ചാർജിലെ റിസൾട്ടന്റ് ഫോഴ്സ് കാണാനാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡും ഒരേ ലെങ്ത് ഉള്ളതാണ്. കോർണറുകളിൽ 3 ചാർജുണ്ട്. ഒന്നുകിൽ 3 പോസിറ്റീവ് അല്ലെങ്കിൽ 3 നെഗറ്റീവ്. ഈ ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ ഈ 2 ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. ഇതും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് എഫ്. ഈ 2 ചാർജുകൾ തമ്മിലും റിപ്പൽഷൻ ആയിരിക്കും. ബ്ലൂ കളേർഡ് ഇങ്ക് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ചാർജുകൾ തമ്മിലും റിപ്പൾസീവ് ഫോഴ്സ്. ഞാനിപ്പോൾ പറയുന്നത് 3 പോസിറ്റീവാണ്. 3 ചാർജ് നെഗറ്റീവ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇനി അപ്പോൾ ഒരു വെർട്ടെക്സിലെ ചാർജില് മറ്റ് 2 വെർട്ടെക്സുകളിലെ ചാർജുകൾ കൊണ്ട് ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സുകൾ രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ആകും. ഒരേ മാഗ്നിറ്റ്യൂഡ് ആവാൻ കാരണം ഡിസ്റ്റൻസ് എന്നുള്ളത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് ആണ്. അത് 3 സൈഡ് ഒരുപോലെയാണ്. ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം. അങ്ങനെ വരുമ്പോൾ 2 ഫോഴ്സുകൾ ഒരേ മാഗ്നിറ്റ്യൂഡിലുള്ളത് ഇവിടെ ഇങ്ങനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതിനാൽ ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഈ 2 ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിളും 60 ഡിഗ്രി വരും. അതുപോലെ ഈ വെർട്ടെക്സിലും അതുതന്നെ ഈ വെർട്ടെക്സിലും വരും. ഇനി ഈ 2 എണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ടെത്തണം. കഴിഞ്ഞ ഇയർ പഠിച്ചിട്ടുണ്ട് 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ഒന്നാമത്തെ വെക്ടറിന്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ വെക്ടറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒന്നാമത്തെ വെക്ടർ ഇൻറ്റു രണ്ടാമത്തെ വെക്ടർ ഇൻറ്റു കോസ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി 2 വെക്ടേഴ്സ്. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഇവിടെ അപ്ലൈ ചെയ്താൽ റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എഫ് ഇൻറ്റു കോസ് 60. കോസ് 60യുടെ വാല്യൂ 1/2. സിംപ്ലിഫൈ ചെയ്താൽ റൂട്ട് 3 എഫ് എന്ന് കിട്ടും. ഏതെങ്കിലും 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ എഫ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ എനി ചാർജ്, ഈ വെർട്ടെക്സിലെ ചാർജ് ആയാലും ഈ വെർട്ടെക്സിലെ ചാർജ് ആയാലും മൂന്നാമത്തെ വെർട്ടെക്സിലെ ചാർജ് ആയാലും നെറ്റ് ഫോഴ്സ് സെയിം ആയിരിക്കും. അത് റൂട്ട് 3 ഇൻറ്റു എഫ് ആയിരിക്കും. എഫ് എന്നുള്ളത് മറക്കണ്ട, ഏതെങ്കിലും 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്. ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസ് തന്നെ ഈ 2 വെർട്ടെക്സിൽ പോസിറ്റീവ് ചാർജും മൂന്നാമത്തെ വെർട്ടെക്സിൽ നെഗറ്റീവ് ചാർജുമാണ് എന്ന് കരുതിയാൽ നേരത്തെ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ചെറിയ വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ അട്രാക്ഷൻ, ഇവിടെ നമ്മോട്ട് അവിടെ നിന്നോട്ട്. ഈ പോസിറ്റീവ് തമ്മിലുള്ള റിപ്പൽഷൻ ഈ ഡയറക്ഷൻ. ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അവ തമ്മിൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ഇവിടെ നിന്നോട്ട് ഇവിടെ നിന്നോട്ട്. ഇനി ഓരോ വെർട്ടെക്സിലെയും ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ നോക്കാം. ഇവിടെ വരുമ്പോൾ ആംഗിൾ 120 ഡിഗ്രി വരും. ഈ ആംഗിൾ ഇന്നർ ആംഗിൾ 60 ആണ്, ബാക്കി 120. ഇവിടെയും 120 വരും. ഈ വെർട്ടെക്സിൽ 2 ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി. ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, കാരണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതിനാൽ ഡിസ്റ്റൻസ് സെയിം ആണ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. ഫോഴ്സുകൾ എഫ് വീതം. ഇവിടെ ആംഗിൾ 120 ഡിഗ്രി.
കഴിഞ്ഞ വർഷം മോഷനെ പ്ലെയിനിലെ വെക്ടേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി വരുമ്പോൾ അവയുടെ റിസൾട്ടന്റ് ഏതെങ്കിലും ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ആംഗിൾ 120 ആണ്, സോ നെറ്റ് ഫോഴ്സ് എഫ്. ഇവിടെയും ആംഗിൾ 120 ആണ്, നെറ്റ് ഫോഴ്സ് എഫ്. ഇവിടെ ആംഗിൾ 60 ആണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, √3f. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത് രണ്ടും പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആകുന്ന കേസാണ്. ഇനി ഇതുപോലെ ഈ രണ്ടെണ്ണം നെഗറ്റീവും ഇത് പോസിറ്റീവ് ആണെങ്കിലും ഇതേ പ്രൊസീജിയറിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇപ്പോൾ നമ്മൾ ചെയ്തത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് 3 ചാർജുള്ള ഒരു സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ചാർജിലെ നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസാണ് നമ്മൾ ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമ്മൾ 3 ചാർജുള്ള സിസ്റ്റത്തിന്റെ കേസിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മനസ്സിലാക്കി. ഇനി ഇവിടെ 4 ചാർജുകൾ. ഫോർ ഈക്വൽ ആൻഡ് സിമിലർ ചാർജസ് പ്ലേസ്ഡ് ഇൻ ദി കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ 4 കോർണറുകളിലായിട്ട് ഈക്വലായ സിമിലർ ചാർജുകൾ വെച്ചാൽ ഓരോ ചാർജിലുമുള്ള നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. 4 കോർണറുകളിലും പോസിറ്റീവ് ചാർജാണ് എന്ന് കരുതുന്നത്. ഈ 2 പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ ഞാൻ F1 എന്നെടുത്തു. ഈ 2 ചാർജുകൾ തമ്മിലും റിപ്പൽഷൻ F2 എന്നെടുത്തു. ഈ 2 ചാർജുകൾ തമ്മിലും റിപ്പൽഷൻ തന്നെ F3 എന്നെടുത്തു. F1, F2, F3. ഇതുപോലെ തന്നെയാണ് ഈ വെർട്ടെക്സിലെ ചാർജിലെ ഫോഴ്സ്. അതുപോലെ ഈ 2 വെർട്ടെക്സ്. തൽക്കാലം ഒരു വെർട്ടെക്സിലെ കാര്യം മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളൂ. ഇതുപോലെ തന്നെ ബാക്കി വെർട്ടെക്സുകൾ. ഇനി F1 ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് Q1 Q2 എന്നുള്ളത് Q² ആയി മാറും. ചാർജുകൾ സെയിം ആയതിനാൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് ഞാൻ A എന്നാണ് എടുത്തിട്ടുള്ളത്. KQ²/A². അതിന് വെറുതെ F എന്ന് സിമ്പിൾ കൊടുക്കും. KQ²/A² F. അങ്ങനെ വരുമ്പോൾ F2 എന്നുള്ളത് ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. കോൺസ്റ്റന്റ് Q²/A² തന്നെ വരും, F തന്നെയായിരിക്കും. ഇനി F3 എന്നുള്ളത് ഈ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ്. ഡയഗണലി ഓപ്പോസിറ്റ് കോർണേഴ്സിലെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ കോൺസ്റ്റന്റ് Q² മാറ്റമില്ല, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് √2a ആണ് വരും. ഒരു സൈഡ് ലെങ്ത് a ആണെങ്കിൽ ഡയഗണലിന്റെ ലെങ്ത്, സ്ക്വയറിന്റെ ഡയഗണലിന്റെ ലെങ്ത് √2a. അപ്പോൾ √2a ദി ഹോൾ സ്ക്വയർ, KQ²/2a². അതിൽ KQ²/A² എന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ F ആണ്. അപ്പോൾ F3 F/2. 3 ഫോഴ്സുകൾ. F1 F എന്നെടുത്തു, F2 F തന്നെ, F3 F/2. ഇനി ഈ 3 എണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ടെത്തണം. 3 എണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ടെത്തുന്നത് ആദ്യം ഏതെങ്കിലും 2 എണ്ണത്തിന്റെ റിസൾട്ടന്റ് കണ്ട് പിന്നെ അതിന്റെയും മൂന്നാമത്തേതിന്റെയും കൂടി റിസൾട്ടന്റ് കാണുക എന്നുള്ളതാണ്. ഞാനിവിടെ F1ന്റെയും F2വിന്റെയും റിസൾട്ടന്റ് ആദ്യം കാണുന്നു. F1 F2 ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്. F1 F2 ഇവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 90 ആണ്. റിസൾട്ടന്റ് √F1² F2² 2F1 F2 cos 90 എന്നാണ് വരിക. cos 90 0. ആ ടേം 0 ആയി പോയി. √F1² F1², F1 F2 ഈക്വൽ ആയതിനാൽ √F2² F2 √2F² √2F എന്ന് കിട്ടും. √2F F1ന്റെയും F2വിന്റെയും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. നമുക്കറിയാം 2 വെക്ടേഴ്സിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ ആ 2 വെക്ടേഴ്സിന് ഇടയിലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയ 2 വെക്ടേഴ്സ് ആണെങ്കിൽ 2 വെക്ടേഴ്സിനിടയിലുള്ള ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ F1ന്റെയും F2വിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതിനാൽ അവയുടെ റിസൾട്ടന്റ് F1ഉം F2ഉം തമ്മിലുള്ള ആംഗിൾ ആയ 90യെ ബൈസെക്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് F3യുടെ ഡയറക്ഷനിലായിരിക്കും.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. F1-ന്റെയും F2-ന്റെയും റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ F3-യുടെ ഡയറക്ഷനിലാണ്. So net force on the charge at any one vertex, ഏതെങ്കിലും ഒരു വെർട്ടെക്സിലെ ചാർജിലെ നെറ്റ് ഫോഴ്സ് വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് വെക്ടർ F3 ഇങ്ങനെയാണ് എഴുതാറ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയ √2f, ഇത് പ്ലസ് f/2 പ്ലസ് എഴുതാൻ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു F3-യുടെ ഡയറക്ഷൻ F1-ന്റെയും F2-ന്റെയും റിസൾട്ടന്റിന്റെ ഡയറക്ഷനിലാണ് എന്ന്. അതുകൊണ്ട് √2f പ്ലസ് f/2. ഇവിടെ f എന്നുള്ളത് ഏതെങ്കിലും രണ്ട് അഡ്ജസന്റ് കോർണറുകളിലെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ്. അഡ്ജസന്റ് കോർണറുകളിലെ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് f. So net force on the charge at any one vertex √2f plus f/2. ഇപ്പോൾ ഞാൻ പറഞ്ഞത് 4 കോർണറുകളിലും പോസിറ്റീവ് ചാർജുള്ള കേസാണ്. 4 കോർണറിലും നെഗറ്റീവ് ആയാലും ഇതുപോലെ വരും. ഇനി പറയുന്നത് ഈ 3 കോർണറുകളിൽ പോസിറ്റീവും 4ാമത്തെ കോർണറിൽ നെഗറ്റീവും വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആണ്, സ്ക്വയർ ആണ്. നേരത്തെ ചെയ്ത പോലെ F1, F2, F3 കണ്ടുപിടിച്ചാൽ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. F3-യുടെ ഡയറക്ഷൻ നേരത്തെ കിട്ടിയ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതേ സ്റ്റെപ്പുകളിലൂടെ വന്നാൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ √2f പ്ലസ് f/2 എന്നുള്ളതിന് പകരം √2f മൈനസ് f/2 എന്ന് വരും. ഈ 3 വെർട്ടെക്സിലെ ചാർജ് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെങ്കിൽ ഇതാണ് റിസൾട്ട്, √2f മൈനസ് f/2. ഇനി മറ്റേതെങ്കിലും വെർട്ടെക്സിലെ ചാർജിനെ നെഗറ്റീവ് ആക്കി മാറ്റിയാൽ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഫൈനൽ ആൻസറിൽ ഇതുപോലത്തെ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും.